നമസ്തേ, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർവതി ദേവിയുടെ കളർ ഷെയ്ഡിങ് എങ്ങനെ നോക്കാം. ഫസ്റ്റ് ലെയർ പെർമനന്റ് യെല്ലോ ആണ് ചെയ്യാൻ പോണത്. പെർമനന്റ് യെല്ലോ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അതിലൊരു 20 to 30 ഡ്രോപ്സ് വാട്ടർ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ പാർവതി ദേവിയുടെ സൈഡ് ഫുള്ളായിട്ട് ലേപനം മെത്തേഡിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റിംഗ് ഒന്നുമില്ല, നോർമലായിട്ട് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുകയാണ് ഓൾ ഓവർ ബോഡി. ഒരു കളർ ചെയ്യുമ്പോൾ നമ്മൾ ആ പാർട്ടീഷൻ ചെയ്തവിടെ ശിവനും പാർവതിയും സെപ്പറേറ്റ് ചെയ്ത ലൈനിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. കളർ അപ്പുറത്തെ വശത്തേക്ക് സ്പ്രെഡായി പോവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കളർ ചെയ്ത് എടുക്കാൻ. ഇവിടെ വന്നിട്ട് ബ്രഷ് നമ്മൾ ലൈനർ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം ആവരുത്, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. ഒരുപാട് വാട്ടർ ആയി കഴിഞ്ഞാൽ ഒരു 2 ലെയർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ലെയർ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. അതിന് വേണ്ട കളറ് പെർമനന്റ് യെല്ലോ, യെല്ലോ ഓക്കർ, അതേപോലെ വെർമിലിയൻ ഹ്യൂവിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് സെക്കൻഡ് ലെയറിൽ വരുന്നത്. ഇനി കളറിൻ്റെ പ്രപ്പോർഷൻസ് 50% പെർമനന്റ് യെല്ലോ, 50% യെല്ലോ ഓക്കർ, ഒരു 30% അതിൻ്റെ ഈ 2 എടുത്തതിൻ്റെയും ഒരു 30% വെർമിലിയൻ ഹ്യൂ. ഈ കളർ 3 നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 30 to 50 ഡ്രോപ്സ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. ഫേസ് ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ണ്, മൂക്ക്, ചുണ്ട്, അതേപോലെ നെറ്റി, ഇത്രയും സ്ഥലങ്ങളാണ് നല്ല ഹൈലൈറ്റ് ചെയ്തെടുക്കേണ്ടത്. നെറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മുകൾ വശം നല്ല ഡാർക്കായി ഷെയ്ഡ് ചെയ്തിട്ട് നെറ്റിയുടെ നടുവിലേക്ക് വരുമ്പോൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. അതേപോലെ മൂക്കിൻ്റെ പാലം നമ്മൾ അങ്ങനെ വരയ്ക്കില്ല, ഈ കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ലൈറ്റായിട്ട് ഒരു ലൈന് വരയ്ക്കുക, എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് കവളിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ സെക്കൻഡ് ലെയറിൻ്റെ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അതൊന്നൊരു പേപ്പറിൽ ചെക്ക് ചെയ്ത് നോക്കുക കളർ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. അതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാൻവാസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കവിള് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം കവിളിൻ്റെ സൈഡ് കൂടിയിട്ട് നല്ല ഡാർക്കായിട്ട് കളറിങ് ചെയ്യുക. എന്നിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കവിൾ തടത്തിലേക്ക് ഷെയ്ഡ് ചെയ്ത് പതുക്കെ കൊണ്ടുപോകണം. ഇതൊരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ശരിയാവില്ല. 2-3 പ്രാവശ്യം ഇങ്ങനെ പതുക്കെ എഡ്ജസിലെല്ലാം ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ബോഡി പാർട്സിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രീ ആയിട്ട് ടൈമുള്ള സമയത്ത് വേണം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇതൊരു ഒറ്റ സ്ട്രെച്ചിൽ ചെയ്ത് തീർക്കണം. ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് പോലെയല്ല, നമുക്ക് ഇടയിൽ നിർത്താൻ പറ്റില്ല. അതിനിടയിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് പാച്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫേസിലൊക്കെ അതുപോലെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴാണോ ഫ്രീ ടൈം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. മൂക്ക് ഷെയ്ഡ് ചെയ്തെടുക്കുന്ന സമയത്ത് മൂക്കിൻ്റെ പാലത്തിൽ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ലെയറിൽ കൂടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിങ്ങേ ആവശ്യമുള്ളൂ. മൂക്കിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്നത് 2 സൈഡുമാണ് ചെയ്ത് എടുക്കേണ്ടത്. ലിപ്സ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ലിപ്സിൻ്റെ 2 സൈഡിലും വന്നിട്ട് അധികം ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ട, ഫസ്റ്റ് ലെയറിലോടുകൂടെ വിട്ടാൽ മതി. ലിപ്സ് നമ്മൾ അങ്ങനെ വന്നിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കില്ല, അതിൻ്റെ ലിപ് സ്മൈൽ ലൈൻ മാത്രമേ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ലിപ്സ് പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലിപ്സിൻ്റെ സൈഡിൽ അധികം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാത്തത്. ഇതേപോലെ ഹോൾ ബോഡിയും ഹൈലൈറ്റ് ചെയ്തെടുക്കണം. ബോഡിയുടെ 2 സൈഡും നല്ലപോലെ ഡാർക്ക് ചെയ്ത് സെൻറ്ററിലേക്ക് വരുമ്പോൾ ബ്രഷ് വാഷ് ചെയ്ത് ലൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോണത്.
ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കണ്ട് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് എല്ലാ ബോഡി പാർട്സും ഷെയ്ഡ് ചെയ്യണതെന്ന്. ഏതെങ്കിലും സ്ഥലത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഈ സെക്കൻഡ് ലെയർ ഒരു പ്രാവശ്യം ഫുൾ അപ്ലൈ ചെയ്ത ശേഷം ഡ്രൈ ആയിട്ട് ഹൈലൈറ്റിംഗ് പോരാ, കുറച്ചും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം കൂടി നമുക്ക് ഇതേപോലെ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് എടുക്കാം.